ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻട്രോ എങ്ങനെയുണ്ട് നമ്മുടെ ഗോപുട്ടനെ വെച്ചിട്ട്? കുറേ നാളായി എന്താ പറയുക, എല്ലാവരും കമൻസിലൂടെ പറയണ്ടായിരുന്നു ഗോപുട്ടനെ കാണണം, ഗോപുട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, 2-3 ദിവസം മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് ശ്രദ്ധിച്ചായിരുന്നു. എന്താ പറയുക, ഗോപുട്ടനെ കാണിക്കാത്ത കാരണം കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ കാണാത്തതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം നിങ്ങളെല്ലാവരുടെയും വ്യൂസ് എന്താ പറയുക, നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് വരുമാനം ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് നല്ല രീതിക്ക് വരുമാനം കിട്ടിയാൽ മാത്രമേ എനിക്കിതുപോലെ നല്ല സുന്ദരമണികളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലേ? ഇനി ഇതുപോലത്തെ ഇഷ്ടംപോലെ ഗോപുട്ടന്മാരെ കൊണ്ടുവരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു യൂട്യൂബിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ വരുമാനം ഉണ്ടാവണം. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ ആക്കരുത്. മാക്സിമം നമ്മുടെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ഗോപുട്ടനെ കുറേ പേര് ഇങ്ങനെ മിസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഗോപുട്ടൻ ഇവിടെ ഉണ്ട്, ഹാപ്പിയാണ്. എന്നിരുന്നാലും ആശാൻ ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പുതിയൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ അതിഥീനെ കണ്ടപ്പോൾ ആൾക്ക് ഇച്ചിരി പേടി വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഇന്നലെ വന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ 2-3 പേരും ഇതുകളാണല്ലോ. പിന്നെ അവിടെ നമ്മുടെ ആമി, നമ്മുടെ കണ്ടോ വീണ്ടകത്ത് ആമിയുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സ്കൂബി, പിന്നെ നമ്മുടെ വിക്കി, ഇവരെല്ലാവരും എന്താ പറയുക, വിക്കിനൊക്കെ ശരിക്കും ഇപ്പോഴാണ് ആശാനൊന്ന് അടുത്ത് കാണുന്നത് തന്നെ. അല്ലാത്ത പക്ഷം മുന്നേ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തായിരുന്നല്ലോ നമ്മുടെ വിക്കി ഉണ്ടായിരുന്നത്, ഫെൻസിൻ്റെ എവിടെയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ പറയുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ബാക്കി എല്ലാവരും അവൻ്റെ എന്താ പറയുക, നമ്മളവിടെ നിന്നപ്പോൾ അവൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമ്മിച്ചൻ, നമ്മുടെ ടെഡി, മാളു, കൊക്കോ, അവരെല്ലാവരായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വരച്ച വരയിൽ നിർത്തലായിരുന്നു നമ്മുടെ ഗോപൂസിൻ്റെ പരിപാടി. ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് പറ്റണില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് നമ്മുടെ ആശാന്, അല്ല ഗോപൂശേ? അല്ല അങ്ങനെ ഒരു വിഷമം ഉണ്ടോ നിനക്ക്? പക്ഷേ പതിയെ ആശാൻ എല്ലാവരും മെരുക്കിയെടുത്തോളും. അതിന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ വീട്ടിലെല്ലാവരും വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള ആശാൻ തന്നെയാണ്, ആൾ തന്നെയാണ് നമ്മുടെ ഗോപു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറൗണ്ടറായിട്ട്, ഇവിടുത്തെ ഒരു മെയിൻ റൂളറായിട്ട്, ഇപ്പോൾ ഇത് നമ്മുടെ ഗോപുവിൻ്റെ മേത്തത്തെ കേട്ടോ. ഇത് ഇപ്പോൾ ഷെഡിങ് ടൈമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡോഗ്സിനും ഇപ്പോൾ ഇത് ഇവിടെ പുതിയ ആളാട്ടോ കുറച്ചുകൊണ്ടിരിക്കണേ. ആ വിശേഷങ്ങളിൽ നമുക്ക് പോവാം. ആശാൻ കുറയ്ക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീണ്ടും നേരെ മുകളിൽ ഒരു ഡോഗുണ്ട്, ഒരു ബ്ലാക്ക് ഡോഗുണ്ട്. മൂപ്പര് കുറയ്ക്കണനുസരിച്ചിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക എല്ലാവരുടെയും കുഞ്ഞുമക്കൾക്ക് ഷെഡിങ് കാണും. അത് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട. കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഇതിനൊരു പ്രതിവിധി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും ഇതിനൊരു പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് ഓയിൽ നല്ലതാണ്. പിന്നെ അതുപോലെ ഡെയിലി ബ്രഷ് ചെയ്യണത് നല്ലതാണ്. പിന്നെ ഇച്ചിരി നമ്മുടെ വിക്കിയുടെ പോലെ, ജർമ്മൻ ഷെപ്പേർഡ് പോലത്തെ ഡോഗ്സൊക്കെ ആണെങ്കിൽ ഡെയിലി കോംബ് ചെയ്യണത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഷെഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. അത് അങ്ങനൊരു ഇതില്ല, അങ്ങനെ പേടിക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും ഇല്ല. അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഷെഡിങ് നോർമലാണ് ഡോഗ്സിന്. ഇപ്പോൾ നമ്മുടെ തലമുടി ഡെയിലി കൊഴിയും, ഇത്രത്തോളം കൊഴിയുമെന്നുള്ളൊരു ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കുഞ്ഞുമക്കളുടെ കാര്യം. എല്ലാവർക്കും ഷെഡിങ് എന്തായാലും എല്ലാ ബ്രീഡിനും എന്തായാലും ഉണ്ടാവും. ആകെ കൂടി ഒരു നോർമലായിട്ട് ഉണ്ടാവുക ഇന്ത്യൻ ബ്രീഡുകൾക്കാണ്. എന്നിരുന്നാലും അവർക്കും കാണും ഈ ഒരു ചേഞ്ച്, എന്താ പറയുക, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ. അപ്പോൾ അതിനെ പറ്റി പേടിക്കണ്ട കേട്ടോ. അതായത് നമ്മുടെ പുതിയ ആൾ അവിടെ നിന്നിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ആൾക്ക് ഭയങ്കര പൊസസീവ്നെസ് ഭയങ്കര കൂടുതലാണ്. പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ വേറൊന്നുമല്ല, അവിടെ ആരും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയത്തി അവിടെ ഫുള്ള് അലമ്പാക്കി വയ്ക്കും. അതാണ് മൂപ്പര്. അപ്പോൾ ഗോപു ഇവിടെ ഇരിക്കുമോ? ഇനി നാളെ എങ്ങാനും ഞാൻ ഇവിടെ എങ്ങാനും ഇരുത്തിയിട്ട് പോയാൽ നാളെ ഗോപുവിനെ അവിടെ ഇരുത്തിയിട്ട് പോയി ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ള കമൻറ്റ് വരും. എന്തിനാ ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത വൃത്തിക്ക് നിൽക്കണം. ഭയോ ഭയോ അങ്ങോട്ട് പോക്കോട്ടാ, അവിടെ പോയി കളിച്ചോട്ടാ. ആശാൻ്റെ നമ്മുടെ ഗോപുവിൻ്റെ മെയിൻ ഇപ്പോൾ കളിക്കൂട്ടുകാരിയാണ് നമ്മുടെ ആമിയുടെ അടുത്ത് പോയി ഇരിക്കും ഇടയ്ക്ക്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞാപ്പൂവിൻ്റെ അടുത്ത് പോയി കളിക്കും. അതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ എന്താ പറയുക, ഇപ്പോൾ ഒരു നിങ്ങൾക്ക് വീഡിയോ ഇൻട്രോ എടുത്തപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതേ. നമ്മൾ ഫെൻസിങ് കഴിഞ്ഞു, നമ്മുടെ ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചു. ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു സംഭവം ആട്ടോ ചെയ്തേക്കണേ. നമ്മൾ 4 അടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്തേക്കണേ. കണ്ടോ, ഇങ്ങനത്തെ മെഷാണ് നമ്മൾ
യൂസ് ചെയ്തേക്കണത്. ഇതൊക്കെ അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് പണിതേക്കണം. അങ്ങനെ ചാടിപ്പോയ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ചാടാൻ മാത്രമുള്ള ഹൈറ്റൊന്നും ഇല്ല. ഇതേ പാപ്പ് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ തലയിടുക, അങ്ങനത്തെ പരിപാടി, അങ്ങനത്തെ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ എന്താ പറയുക അമ്മയുടെ പോലത്തെ ആൾക്കാരൊക്കെയാണ്. പിന്നെ വിൽക്കുന്ന അങ്ങനെ എന്താ പറയുക, ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അവരൊന്നും അങ്ങനെ ചാടുന്ന കൂട്ടങ്ങളല്ല. ആകെ കൂടി പേടിക്കേണ്ട ആരാന്നറിയോ, ജിമ്മി വരുമ്പോൾ മാത്രമേ പേടിക്കണു. ജിമ്മി വന്നു കഴിഞ്ഞിട്ട് ആശാനൊന്ന് അഴിച്ചു വിടണം. അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക മൊത്തത്തിലൊന്ന് നോക്കുക ആശാൻ ചാടാൻ പറഞ്ഞ ഗ്യാപ്പാണോ നോക്കുക. കാരണം ജിമ്മിച്ചനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൻ നിപ്പിൽ 6 അടി ഹൈറ്റിൽ ചാടണോനാ. അപ്പോൾ എങ്ങനെ പോയാലും ചാടും എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ കുറച്ച് നമുക്ക് അവിടെ സ്പേസ് ഉള്ള കാരണം കൊണ്ട് അവിടെ അഴിച്ചു വിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ചാടില്ല. ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ഈ ഒരു 4 അടി ഫീറ്റിൽ നമ്മൾ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ പുതിയ അതിഥീനെ കാണാം. പുതിയ അതിഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മുടെ ചാലക്കുടി ഭാഗത്തുനിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താ പറയുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചേച്ചിയുടെ വീടിൻ്റെ പരിസരത്ത് ഒരു കുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞിനെ കണ്ടു. അപ്പോൾ എന്നെ വേഗം ഇൻഫോം ചെയ്തു. നമ്മളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ അവസ്ഥ ഇന്നലെ വളരെ പരിതാപകരമായിരുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ ടയറ് പണി കിട്ടി, ടയർ പൊട്ടി. അപ്പോൾ അത് കട്ടപ്പുറത്തായി. അപ്പോൾ അത് കാരണം കൊണ്ടും പിന്നെ അതുപോലെ ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോണറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമം നടക്കണ പോലെയാണ് പുക വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അതും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാൾ പോയിട്ട് ടയർ കാര്യങ്ങൾ മാറ്റി കഴിയണം. അപ്പോൾ നമ്മൾ ഈ പുതിയ കുഞ്ഞിനെ നമ്മൾ കൊണ്ടുവന്നത് അവർ നേരെ ഓട്ടോറിക്ഷ വഴി ഇങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആൾ. ഇത് ശരിക്കും എന്താ പറയുക, സംഭവം നല്ല സങ്കടമുണ്ട് പറയാനായിട്ട്. കാരണം മൂപ്പര് വെറും 8 മാസം 9 മാസം അത്രേ പ്രായമായിട്ടുള്ളൂ കുഞ്ഞിനെ. ഡോബർമാനാണ് ഇനം വരുന്നത്. എന്താ പറയുക, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല അല്ലേ, അസുഖങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് ഇവളുടെ ക്യാരക്ടർ. ചിലപ്പോൾ അത് കാരണം കൊണ്ട് ചിലപ്പോൾ ശല്യം തോന്നിയിട്ട് കൊണ്ട് കളഞ്ഞതാവാം. കാരണം എപ്പോഴും ഒരേ ആൾക്കാർക്ക് ഒരേ മാനസികാവസ്ഥ ആയിരിക്കില്ല. അപ്പോൾ അത് ആ ഒരു ഇതിൽ ചിലപ്പോൾ കൊണ്ട് കളഞ്ഞതാവാം. എന്നു വെച്ചാൽ ഞാൻ മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയല്ല കേട്ടോ, കൊണ്ട് കളഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തല്ല. ചിലപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. അപ്പോൾ ആ ഒരു ഇതിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് കളയാൻ മാത്രമുള്ള തെറ്റൊന്നും ഈ കുഞ്ഞ് ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഡോബർമാനാണ്, നല്ല പക്ക ഗാർഡിങ് ഡോഗുകളാണ്. അപ്പോൾ അവരെപ്പോഴും അലേർട്ടായിട്ട് നിൽക്കും, എപ്പോഴും നല്ല ഹൈപ്പറായിട്ട് നിൽക്കും, നല്ല ചാടി നിൽക്കും അല്ലേ, നല്ല ചാടി നിൽക്കില്ലേ, ഇങ്ങനെ ചാടി നിൽക്കും ഞങ്ങൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ചിലപ്പോൾ അങ്ങനെയും കളഞ്ഞതാവാം അല്ലേ. ഇനിയിപ്പോൾ അഴിഞ്ഞ് വന്നതാണോ, ഓടി വന്നതാണോ ഇനി, അത് അവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണോ, ആണോടി കുറുമ്പിയ അങ്ങോട്ട് അങ്ങനെ വന്നതാണ്, അങ്ങനെയാണോ നീ വന്നത്? എന്തായാലും ആശാൻ എന്താ പറയുക, ഇച്ചിരി പട്ടിണി കിടന്നുണ്ട്. കാരണം വയറ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേ കണ്ടോ, ഇച്ചിരി ഇച്ചിരി ഒട്ടിയിട്ടുണ്ട്. പിന്നെ ആശാത്തിക്ക് ഇങ്ങനെ ലീഷിൽ കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോക്കോ ബായോ. പിന്നെ അങ്ങനെ വലിയ എന്താ പറയുക റിസ്ക് ഉള്ള ആളല്ല. അതെ, അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം അത് നമ്മുടെ വിക്കിയുടെ ഏരിയയാണ്. ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ വെള്ളം കുടിക്കാൻ പോയതാട്ടോ. അവിടെ ഉള്ളിൽ നമ്മുടെ ആമിയായിട്ട് ഇന്ന് രാവിലെ നല്ല രീതിക്ക് കളിക്കുന്നുണ്ടായിരുന്നു. ബായോ. ഇപ്പോൾ നമ്മൾ ഫെൻസ് കിട്ടിയ കാരണം കൊണ്ട് ഇച്ചിരി ആശ്വാസമുണ്ട്. കാരണം അതാകുമ്പോൾ നമുക്ക് ധൈര്യം എടുക്കാം. ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും വെച്ച് മറക്കേണ്ടി വരും. പക്ഷേ ഇവൾക്ക് അതൊന്നൊരു വിഷയമല്ല. പക്ഷേ ഡോബർമാനാണ് കണ്ടോ, നല്ല രീതിക്ക് നല്ല അലേർട്ടായി നിൽക്കുന്നൊരു സംഭവമാണ്. പക്ഷേ എന്തിനാണ് കൊണ്ട് കളഞ്ഞതെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും ശരിക്കും നമുക്ക് മനുഷ്യന്മാർക്ക് കഴിഞ്ഞാൽ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഓരോ കുന്തളിപ്പിന് പോയി എടുക്കും. അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് ആ പപ്പി സ്റ്റേജ്, ആ പപ്പി നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ് ആസ് യൂഷ്വൽ. ആ ഒരു ഇതിൽ പോയി എടുക്കും. ആ പോയി എടുത്ത ആ ഒരു ഇതിൽ കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് വളർന്ന് കുറച്ച് എന്തെങ്കിലും ഇപ്പോൾ ചെരുപ്പോ അല്ലെങ്കിൽ ആ പല്ല് ആ ബൈറ്റിൻ്റെ ടെൻഡൻസി വരുമ്പോൾ ആ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോൾ അത് നേരെ കേജിലേക്ക് ഇടുമ്പോൾ ഏതൊരു ഡോഗിനും ക്യാരക്ടർ മാറും. ചിലപ്പോൾ അഗ്രസീവ് ആവണ ഡോഗാണെങ്കിൽ അഗ്രസീവ് ആവും. ചിലപ്പോൾ എന്താ പറയുക പറയാൻ പറ്റില്ല, എങ്ങനെയായിരിക്കും നമുക്ക് ക്യാരക്ടർ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചില ഡോഗ്സ്, ഒട്ടുമിക്ക ഡോഗ്സും അങ്ങനെയാണ് തെരുവിലാവുന്നത്. അപ്പോൾ നീ എങ്ങനെയാണ് തെരുവിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടേക്ക് ആകെ കൂടി പ്രശ്നമുള്ളത് കണ്ടോ, ഇത് ഇവിടെ നിറച്ച് തയമ്പുണ്ട്. ഈ ഒരു തയമ്പ് നിറച്ച് ഒരഞ്ഞ് പൊട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഫീമെയിലാണ്, എന്തായാലും ബ്രീഡ് ചെയ്തിട്ടില്ല. കാരണം 8 മാസം കൂടെ ആയിട്ടുള്ളൂ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അസുഖങ്ങൾ ചിലപ്പോൾ കാണും. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. പക്ഷേ ഇപ്പം നിലവിൽ എനിക്ക് തോന്നണില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ 2 നേരം ക്ലീൻ ചെയ്ത് മെഡിസിനൊക്കെ വെക്കുന്നുണ്ട്.
വേറെ അസുഖങ്ങൾ വേറെ കണ്ടിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ നഖത്തിൻ്റെ ഇടയിലും കാര്യങ്ങളൊക്കെ നോക്കി. കാരണം അവിടെ പൊട്ടലോ ചീറ്റലോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ നമ്മളെ ഡോബറൂവിനെ ചെള്ളുപനി ഉണ്ടായിരുന്നു വന്ന ടൈമിൽ. അപ്പോൾ ഇവൾക്ക് അതുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല. വായോ ബാ 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 വായോ ബാ 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 കൈ ആശാദിക്ക് അങ്ങനെ ഫുൾ ടൈം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇതില്ല. ഞാൻ അങ്ങോട്ട് ഓടി നടക്കുക. അല്ലെങ്കിൽ ലീഷിലിടാൻ പാടില്ല, കെട്ടിടാൻ പാടില്ല. കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ബഹളം ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മറിച്ച് കൊടുക്കാം അല്ലേ. ഞങ്ങൾ കെട്ടിടാൻ പാടില്ല. കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അലമ്പുണ്ടാക്കും അല്ലേ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ദയനീയമായിട്ടുള്ളൊരു നോട്ടാണ് എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ കെട്ടിടാൻ തോന്നണം, എന്നെ എങ്ങനെയാണ് ഇതാക്കാൻ തോന്നണത്. എന്തായാലും നിനക്ക് പറയാൻ പറ്റുമോ ആരെ കൊണ്ട് കളഞ്ഞെന്ന് പറയാൻ പറ്റുമോ? കൊണ്ട് കളഞ്ഞ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് പോയി ചോദിക്കാം. പറയുമോ? അങ്ങനെയൊക്കെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ പകുതി മുക്കാൽ ആൾക്കാർ ഇന്ന് തല ഇങ്ങനെ മൂടിയിട്ട് കിടക്കും. കാരണം എനിക്ക് പരിചയമുള്ള ഇഷ്ടം പോലെ ആൾക്കാർ എന്നോട് ആദ്യം ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു ചോദിച്ചു, ഉണ്ണി ഒരു ഡോഗിനെ കൊടുക്കാനാണ്, ഇപ്പോൾ നോക്കാനായിട്ട് ഇപ്പോൾ സമയമില്ല. ഞാൻ ആ എടുത്ത ടൈമിൽ ഞാൻ പറഞ്ഞു എടുക്കാനായിട്ട് ആ തീരുമാനം ഉള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡോഗിന് എടുക്കരുത്, കാരണം നിങ്ങൾക്കത് നോക്കാൻ സമയമില്ല. ജർമ്മൻ ഷെപ്പേർഡാണ്. കാരണം ജർമ്മൻ ഷെപ്പേർഡിന് അതിൻ്റെയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളുണ്ട്. ഈ എല്ലാ ഡോഗിനും, ഈവൺ സാധാ ഇന്ത്യൻ ഡോഗിന് വരെ മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു നോക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ എടുക്കരുത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ആ ഒരു പൈസയുടെ ആ ഒരു ആക്രാന്തം എന്താ പറയുക, ആ കുന്തളിപ്പും അപ്പോൾ എന്താ പറയുക ആ ഒരു ആൾക്കാർ മുന്നിൽ ഷോ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ നേരെ ആസ് യൂഷ്വൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ബൈറ്റിൻ്റെ ടെൻഡൻസി വന്നു. ചെരുപ്പ് കടിച്ച് നശിപ്പിച്ചു, മൂപ്പര് ഐഫോണിൻ്റെ കേബിൾ കടിച്ച് നശിപ്പിച്ചു. അങ്ങനെയൊക്കെ ആയപ്പോൾ നേരെ കൂട്ടിലേക്ക് ആക്കിയപ്പോൾ ആശാൻ്റെ ക്യാരക്ടർ മൊത്തം മാറിയപ്പോൾ ആകെ കയ്യിന്ന് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി അഗ്രസീവായി. അപ്പോൾ വേറെ വഴിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആ സമയത്ത് രജിസ്ട്രേഷൻ്റെ ടൈമൊക്കെ തിരക്കിലായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വീട്ടിൽ ഇനി സ്പേസ് ഇല്ല, പിന്നെ നമ്മുടെ ഈ ഒരു ഷെൽട്ടർ ആയിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു 2-3 മാസം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. കാരണം നമുക്ക് ഇപ്പോഴത്തെ നിലവിൽ കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാം ഒന്ന് കഴിഞ്ഞ് ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അറിയണത് അതിനെ കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ആൾ മുഖേന എനിക്ക് ആ ഡോഗിൻ്റെ ഹിസ്റ്ററി ആ ഇത് കിട്ടി. അതിനെ തെരുവിൽ കൊണ്ട് കളഞ്ഞു. മലയാറ്റൂർ ഭാഗത്താണ് അതിനെ കൊണ്ട് കളഞ്ഞത്. അത് ഒരു കാടിനുള്ളിൽ കഴിച്ചു വിടുകയാണ് ചെയ്തത്. എങ്ങനെ തോന്നി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും എന്താ പറയുക, അത്രയും നാൾ കുഞ്ഞിലെ ആ ഒരു ഡോഗിനെ എടുത്ത് വളർത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം അതിനെ ആരോഗ്യമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. നമ്മൾ മനുഷ്യന്മാരെ ആണെങ്കിൽ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിക്കാൻ. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ മനുഷ്യരെ നമുക്ക് പെട്ടെന്നൊരു ദിവസം ഒരു സെക്കൻഡിൽ നമ്മുടെ വീട് അങ്ങോട്ട് നഷ്ടപ്പെടുകയാണ്. എല്ലാവരും നമ്മളങ്ങോട്ട് ഒറ്റയ്ക്കാവുകയാണ്. ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കാൻ. അതേ സെയിം അവസ്ഥയാണ്. പക്ഷേ നമുക്ക് ആരോടെങ്കിലും പറയാം, മിണ്ടാപ്രാണികൾക്ക് അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ കുറേ നേരിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് പറയുമ്പോൾ ഭയങ്കര വിഷമമാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോഗിനെ എന്താ പറയുക അഡോപ്റ്റ് ചെയ്യുകയോ വാങ്ങാനോ എന്തിനെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഞാൻ ശബ്ദം നോക്കിക്കും മനസ്സിലായത് അവിടെ കറമ്പി ബെഡിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം പിടിക്കാനായിട്ട് നമ്മുടെ പുതിയ ആളുണ്ട്. പുതിയ ആൾക്ക് ഞാൻ പേരിട്ടിട്ടില്ല. പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ചിലപ്പോൾ നല്ലൊരു ഫാമിലി വന്നു കഴിഞ്ഞാൽ, നല്ലൊരു ഫാമിലി എനിക്ക് വിശ്വാസമുള്ള നല്ലൊരു ഫാമിലി വന്നാൽ ഞാൻ അവളെ ഹാൻഡ് ഓവർ ചെയ്യും. കാരണം നമ്മളിപ്പോൾ നിലവിൽ ഈ ഫെൻസിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം ഈ ഫെൻസിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടകത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂടുകൾ എത്രത്തോളമാണ് ഇങ്ങനെയാണെന്ന്. പിന്നെ ഇവിടത്തുള്ള പിള്ളേരെ എണ്ണവും നിങ്ങൾക്കറിയാം 11 എണ്ണം. ശരിക്കും മറ്റുള്ള എന്താ പറയുക റെസ്ക്യൂ സെൻറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു എണ്ണമല്ല. പക്ഷേ ഞാൻ എൻ്റേതായ രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വൃത്തിയും വെടുപ്പും ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഡോഗ്സ് ഉള്ളപ്പോൾ. അപ്പോൾ അത് നല്ല രീതിക്ക് വൃത്തിയും വെടുപ്പുള്ള ആ ഒരു ഇതിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു തൊഴുത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തൊഴുത്ത് നമ്മൾ ഫെൻസൊക്കെ കെട്ടി കാര്യങ്ങളാക്കി സെറ്റ് ചെയ്യണം. എന്താ പറയുക അറ്റ്ലീസ്റ്റ് ഒരു ഇവിടെ ഡോറ് വെച്ച് മറിച്ച് ഒരു 3 ഫെൻസൊക്കെ 3 ഇതിലൊക്കെ ആക്കിയിട്ട് വെച്ച് മറിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതാക്കാനായിട്ട്. പിന്നെ എല്ലാവരും എന്താ പറയുക ഒരു റിക്വസ്റ്റാണ്, നമ്മൾ ഈ ഒരു ഫെൻസിങ്ങിൻ്റെ സംഭവം നമ്മൾ മൊത്തം ചെയ്തു കേട്ടോ. മൊത്തം നമ്മൾ കവർ ചെയ്തു, നമ്മുടെ വീട് മൊത്തം നമ്മൾ കവർ ചെയ്തു. കിണറിൻ്റെ വശം എല്ലാ വശവും നമ്മൾ കവർ ചെയ്താക്കി. ഷഹീദ് എന്ന് പറഞ്ഞുള്ള മൂപ്പരാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫെൻസിങ്ങിൻ്റെ കാര്യം നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നെ.
ഈ മൂപ്പര് എന്താ പറയുക, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റെസ്ക്യൂ ആണ് മെയിനായിട്ട്, വേറെ എന്താ പറയുക, വേറെ നമ്മൾ യൂട്യൂബറാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, യൂട്യൂബറാന്ന് പറഞ്ഞപ്പോൾ ആൾ വിചാരിച്ച് നമ്മളങ്ങോട്ട് വലിയൊരു സംഭവമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കങ്ങനെ യൂട്യൂബിൽ നിന്ന് വലിയ രീതിക്ക് അങ്ങോട്ട് വരുമാനം അങ്ങനെ ഇല്ല. ശരിക്കും അത് എന്താ പറയുക, അത് നമ്മളാക്കിയെടുക്കണം, അതാക്കും. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് യൂട്യൂബിന്, കാരണം നമ്മൾ രജിസ്ട്രേഷൻ്റെ ടൈമിലൊന്നും നമ്മൾ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വരുമാനം ഇപ്പോൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു ഫെൻസിങ്ങിൻ്റെ ഈ ഒരു എമൗണ്ട്, ഇത് ശരിക്കും ഫുൾ എമൗണ്ട് വന്നത് 75,000 ആണ്. ഈ 75,000 നമ്മൾ ആദ്യം ഒരു ടോക്കണായിട്ട്, ഒരു അഡ്വാൻസായിട്ട് നമ്മളൊരു 10,000 രൂപ നമ്മൾ ആൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എമൗണ്ട് 5 ദിവസത്തിനുള്ളിൽ തരാം എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ ആ ഒരു വാക്കിൽ, ആ ഒരു പറഞ്ഞുള്ള ഒറ്റ വാക്കിലാണ് മൂപ്പര് ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ടാട്ടോ തീർത്തത്. അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കാണുക ഒറ്റ ദിവസം കൊണ്ട് ഇത് മൊത്തം തീർക്കാൻ. പക്ഷേ ഒരു 4-5 പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റൊരു വാക്കിലാണ് മൂപ്പര് ഇതെല്ലാം ചെയ്തത്. 5 ദിവസം അവകാശം ഞാൻ ചോദിച്ചു. ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവങ്ങൾ, നമ്മൾ റെസ്ക്യൂവും കാര്യങ്ങളാണ്, നമ്മൾ ബിസിനസ്സോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ കയ്യോടെ നമ്മളെ ഹാൻഡ് ഓവർ ചെയ്താൽ തന്നെ പൈസ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഇപ്പം ഇല്ല. അപ്പോൾ ഒരു 5 ദിവസം എനിക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങൾ ആക്കി. ഓക്കെ, ശരി, ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ ആ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് തന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം. കാരണം നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞത് ശരിക്കും ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഫെൻസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷെൽട്ടറിൻ്റെ ആ ഒരു ഭാഗം ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു തൊഴുത്ത് നമ്മൾ ഫെൻസിങ് അല്ല കേട്ടോ, നമ്മളിത് മൊത്തം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഇതിനോട് ചേർന്നിട്ടൊരു ഷെൽട്ടർ പോലെ പണിയണം. അതൊക്കെ നമുക്ക് ഇത് അറ്റ് എ ടൈം ഒരു 100 ഡോഗ്സിനെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന നമ്മളെ ഒരു ടൈമിനനുസരിച്ച് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ റെസ്ക്യൂസും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. മറ്റുള്ള റെസ്ക്യൂസിനെ നമുക്ക് റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. കാരണം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഡോഗ്സ് കൊള്ളുമെന്ന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഊഹിക്കാം. ഇത്ര സ്പേസാണ് ഹോളുള്ളത്. പിന്നെയുള്ളത് റൂമുകളിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ജോണ്ട, നമ്മുടെ ക്യാമറമാനോൻ്റെ റൂമാണ്. ഈ റൂമിനുള്ളിൽ കിടക്കുന്നത് നമ്മുടെ സ്കൂബിയും പിന്നെ നമ്മുടെ ആ പുതിയ ആളാണ്. അപ്പോൾ തന്നെ ഏകദേശം ആ 2 വലിയ ബ്രീഡ് കയറിയാൽ തന്നെ അത്യാവശ്യം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പപ്പീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണില്ല. കാരണം നമുക്ക് സ്പേസ് ഇപ്പോൾ ഫെൻസിങ് ആയി, പക്ഷേ നമുക്ക് സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം, നല്ല വൃത്തിയോടെ വെടുപ്പോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്കിത് വഴിയേ ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ ഫെൻസിങ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് വെറും 5 ദിവസമാണ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത്. ബാക്കി 65,000 ആണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ ഒന്ന് പറയണം. ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എന്താ പറയുക, ഇത് ശരിക്കും ഞാൻ ആരും ബുദ്ധിമുട്ടിക്കണം എന്നുള്ളൊരു ഇതിലല്ല. ഇത് പലരും എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഉണ്ണി ചെയ്യണതെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സഹായിക്കണം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മാത്രമാണ്. ഫെൻസിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റണം. ഇത് ശരിക്കും നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്കിൽ, ഇനിയൊട്ട് ഞാൻ ഫേസ്ബുക്കും കൂടെ ആക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് എന്തായാലും പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു ഉപകാരം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം നമുക്ക് വ്യൂസ് കൂടിയാൽ നമുക്ക് നല്ലൊരു വരുമാനം നമുക്കതിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെയും, കാരണം നമ്മുടെ വീഡിയോസ് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൻഡാണ്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എൻ്റെ റെസ്ക്യൂ ചെയ്യുന്ന പല റീൽസുകളും പല രാജ്യങ്ങളിലും ബാൻഡാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പരമാവധി വ്യൂസ് കൂട്ടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്നാൽ വരുമാനം കൂടിയാൽ മാത്രമേ എനിക്ക് ഇനിയും റെസ്ക്യൂസ്, കാരണം നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരുടെ അടുത്തും ഡൊണേഷൻ ചോദിക്കുന്നത് അതൊരു എന്താ പറയുക, അതൊരു ഇതായിട്ട് നമുക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ചെയ്തു തരാൻ പറ്റാവുന്ന നല്ലൊരു ഹെൽപ്പ് നമുക്ക് യൂട്യൂബിലൊരു ഇത് കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരണം ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. പിന്നെ അതായത് നമ്മുടെ കുഞ്ഞാപ്പു ഞങ്ങൾ ഇവിടേക്ക് ഇറക്കാറില്ല. മൂപ്പര് ഇവിടം വരെ വരാറുള്ളൂ, അല്ലേ കുഞ്ഞാപ്പു? അല്ല, വിക്കി ഇപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പൂവിൻ്റെ അച്ഛനാട്ടോ. കുഞ്ഞാപ്പൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വിക്കി മോനാണ്, അല്ല വിക്കി?
അല്ല വിക്കുമോനെ അയ്യോ 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 എന്താ അവൻ്റെ സ്നേഹം. ആ കുഞ്ഞപ്പൂ വന്നേ. കുഞ്ഞാപ്പൂവിൻ്റെ വിശേഷങ്ങൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാപ്പൂ നമ്മുടെ ഗോപുമോനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിക്കലാണ് പണി. പിന്നെ ആമിയുടെ എന്താ പറയുക ആമി പെണ്ണിൻ്റെ ഒപ്പമാണ് ഫുൾ ടൈം കിടക്കുക. ഇപ്പോൾ ആമി പെണ്ണിൻ്റെ ഒപ്പം ഇപ്പോൾ നമ്മുടെ തുമ്പി പെണ്ണാട്ടോ ഒന്ന് കിടക്കണേ. കുഞ്ഞാപ്പൂവിൻ്റെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാപ്പൂവിനെ കാല് റെഡി ആവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം നമ്മൾ ഒഴിഞ്ഞ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഓടി നടക്കണ കാണുമ്പോൾ ഇവൻ ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു നോട്ടം നോക്കും. സത്യം പറഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക ചങ്ക് പിടയ്ക്കണ ഒരു സീനാണ്. കാരണം മൂപ്പരെല്ലാവരും ഇങ്ങനെ നോക്കും, ഇങ്ങനെ ഓടി നടക്കണ എല്ലാവരും. അപ്പോൾ അത്രയും നാൾ ഈ സംഭവം ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു സംഭവം നടക്കണ തലേദിവസം വരെ അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ആ ഒരു സെക്കൻഡ് മുന്നേ വരെ ഓടി കളിച്ചിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം 2 കാല് ഇങ്ങനെ ആകുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവും അല്ലേ? കുഞ്ഞാപ്പൂന് വിഷമം വേണ്ട? കുഞ്ഞാപ്പൂവാ കുഞ്ഞാപ്പൂന് വിഷമം വേണ്ട? കുഞ്ഞാപ്പൂൻ്റെ ചെവിയാണ് ഹൈലൈറ്റ് സാധനം. കണ്ട വീശറി പോലെയാണ് ഞങ്ങളുടെ ഇങ്ങനെ ആനയുടെ പോലെയാണ് ഞങ്ങളുടെ ചെവി ഇരിക്കണേ അല്ലേ കുഞ്ഞാപ്പൂ? കുഞ്ഞാപ്പൂന് എന്തായാലും ഇവിടെ താഴെ വയ്ക്കാം. ഇവിടെ കുഞ്ഞാപ്പൂൻ്റെ എന്താ പറയുക മെയിൻ ആളാണ് നമ്മുടെ ആമിക്കുട്ടി. ആമിക്കുട്ടിയുടെ ആണ് ഇപ്പോഴും കിടക്കണേ. പിന്നെ ആമിയുടെ പനിയും കാര്യങ്ങളെല്ലാം മാറി കേട്ടോ, എല്ലാം സെറ്റായി, എല്ലാം ഉഷാറായി എന്ന് വേണമെങ്കിൽ പറയാം. സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥന അത് ശരിക്കും വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഞാൻ ശരിക്കും എന്താ പറയുക ഒരു 3-4 കൊല്ലം മുന്നേ ഞാനൊരു എത്തിയസ്റ്റ് ആയിരുന്നു. ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിലേക്ക് ഞാൻ ഇറങ്ങാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കാൻ കാരണം ഈ മക്കളൊക്കെ തന്നെയാണ്. കാരണം മൂപ്പരുണ്ട് എന്ന് തെളിയിച്ചത് ഇവർ തന്നെയാണ്. പക്ഷേ ചില സമയങ്ങളിൽ സത്യം പറയാം കുഞ്ഞുങ്ങളുടെ ഈ ഒരു അവസ്ഥകളൊക്കെ കാണുമ്പോൾ കുഞ്ഞാപ്പൂ പിന്നെ നമ്മുടെ തുമ്പി പിന്നെ നമ്മുടെ ഗോപു ഇവരൊക്കെ അവസ്ഥ കാണുമ്പോൾ എന്താ പറയുക ഒബ്വിയസ്ലി ഞാൻ വിചാരിക്കാറുണ്ട് ദൈവം ഉണ്ടോ എന്ന് ചില സമയത്ത് വിചാരിക്കും. പക്ഷേ ഞാനതൊരു മൂപ്പര് തന്ന ഒരു അനുഗ്രഹമായിരിക്കും ചിലപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കണേ. ഞാനൊരു നിമിത്തം മാത്രമായിരിക്കും ഈ കുഞ്ഞുമക്കളെ രക്ഷിക്കുക എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ ലൈഫിൽ ഇതുള്ളൊരു സംഭവമായിരിക്കും. അത് കാരണം കൊണ്ട് വിശ്വസിക്കുന്നു ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. അവിടെ നമുക്ക് നോക്കണ്ട, അങ്ങോട്ടൊന്ന് സൂം ചെയ്തേ. അവിടെ നമ്മുടെ പുതിയ ആളും കറുമ്പിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആളെന്നല്ല, അവിടെ ആര് വന്നാലും അവൾക്കൊന്ന് അങ്ങോട്ട് പോയി ഒന്ന് തോട്ടിടണം, എന്നിട്ട് തല്ലുവിടണം അല്ലേ കറമ്പി പെണ്ണ് അങ്ങോട്ട് വന്നേ. കറമ്പി പെണ്ണ് ഇപ്പോൾ കുറുമ്പായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊണ്ട് ചാക്കിലാക്കിയിട്ട് കൊണ്ട് കളയാൻ പോവാണ് കറമ്പിയെ അല്ലേ കറമ്പി പെണ്ണെ ഞങ്ങൾക്ക് പല്ലിയാണ്ട, ഞങ്ങൾ കുഞ്ഞു പല്ലിയാണ്ട, ഇത്ര ഉള്ളു പല്ല്. എന്നാൽ കടിച്ച് നശിപ്പിക്കാത്ത സാധനങ്ങളുണ്ടോ അതുമില്ല, എല്ലാം അത് ഞങ്ങൾ കടിച്ച് നശിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നുമില്ല, എല്ലാം അത് ഞങ്ങൾ കടിച്ച് നശിപ്പിക്കും അല്ലേ കറമ്പി പെണ്ണെ? പാപ്പുജി ഇനി അടുത്ത് നമ്മുടെ പാപ്പുജി പിന്നെ എന്താ പറയുക ഒന്ന് കളിക്കാനായിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ദിവസം 2 നേരം കുളിച്ചുകൊണ്ടിരിക്കുന്ന ഷിറ്റ്സു വേണമെങ്കിൽ റെക്കോർഡിൽ വേണമെങ്കിൽ വരും. കാരണം 2 നേരം കുളിക്കും, വേറെ വഴിയില്ല. ചെളിയിൽ അങ്ങോട്ട് ഉഴുത് മറിഞ്ഞുകൊണ്ടിരിക്കലാണ് നമ്മുടെ പാപ്പുവിൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ കയ്യും കാലും കഴുകണം, മെയിൽ കഴുകണം, 2 നേരം ഞങ്ങൾ കുളിക്കും അല്ലേ? കുളിച്ച് എനിക്ക് മതിയായി ചേട്ടാന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നുണ്ട്. ആണോ? അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം. തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം. കാരണം നമുക്കിനി ഒരു കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 65,000 ആണ്. അപ്പോൾ ഇനി നമുക്കൊരു 4 ദിവസം കൂടെയാണ് ടൈമുള്ളത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്താനായിട്ട് ഇപ്പോൾ മാക്സിമം ശ്രമിക്കണം, സഹായിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം ഈ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പണിക്കാരൊപ്പം നിൽക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കാരണം കൊണ്ട് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് അല്ല കേട്ടോ, വ്യൂസിലാണ് നമുക്ക് എമൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതാക്കണം. ഇതവിടെ അടുത്ത ആൾ വന്നിട്ടുണ്ട് കേട്ടോ, ആമി പെണ്ണ് ഇപ്പോൾ നമ്മുടെ പുതിയ ആളെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ആ കുഞ്ഞിൻ്റെ വലിപ്പം എത്രത്തോളാണെന്ന്. കാരണം അത് ശരിക്കും ഒരു പപ്പിയാണ്. പപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 8 മാസം 9 മാസം പ്രായമുള്ള വെറും പപ്പി. ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ടും അതുപോലെ ചെറിയ ഒരു കാശിൻ്റെ ഒരു ഇതിന് അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ജീവനെ നിങ്ങൾ മേടിക്കരുത്. നിങ്ങൾ മേടിക്കുക, കാറ് പോലെ
ഇതുപോലെ അല്ല കേട്ടോ. ഇതുപോലെ മേടിക്കരുത്. ഇതുപോലെ മേടിച്ച് കഴിഞ്ഞാൽ ഇത് മേടിക്കാനല്ല, എൻ്റെ കൂട്ടുകാരൻ നന്നാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വല്ല വാച്ചോ അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ മേടിക്കുക, ഒരിക്കലും ഒരു ജീവനെ ഇതാക്കരുത്. കാരണം കർമ്മം എന്നൊരു സംഭവമുണ്ട്, അത് നിങ്ങൾക്ക് തിരിച്ചെന്തായാലും കിട്ടും. ഇത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഇപ്പോൾ നമ്മുടെ പാപ്പുവിനെ കൊണ്ടുകളഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ കിട്ടും. പിന്നെ ആരാ പറയുക, വിക്കീനെ കൊണ്ട് കളഞ്ഞ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രീഡർക്കും കിട്ടും. പിന്നെ കുഞ്ഞാപ്പൂവിൻ്റെ കാല് തൊല്ലടിച്ച ആ നല്ലവനായ പുത്രന് അവനും കിട്ടും. കർമ്മം എന്നൊരു സംഭവമുണ്ട്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുമ്പോൾ പ്രാണികളെ കാണുമ്പോൾ കല്ലെടുത്തെറിയാനോ ഇതാക്കാനോ നിൽക്കരുത്. അവരും ഒരു ജീവനാണ്. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക. പട്ടീന്ന് മാത്രമല്ല കേട്ടോ, പൂച്ചയാണെങ്കിലും ശരി, എന്തും ആയിക്കോട്ടെ. അപ്പോൾ അത് മാക്സിമം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മളെ മൂത്ത ചേച്ചീനെ നമ്മൾ കാണിച്ചില്ല കേട്ടോ. കണ അതെ, ഇപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഒരാൾ പോയി, വേറെ ആരുമല്ല. അതെ, നമ്മുടെ കുഞ്ഞാപ്പൂ. ഇനി അവനെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മാറണം, എന്നാലേ അവൻ വരുള്ളൂ. ഇത് കാരണം കൊണ്ടാണ് നമ്മൾ അവനെ പുറത്തേക്ക് ഇറക്കാത്തത്. കാരണം ഇതാവുമ്പോൾ കാലിൻ്റെ ഈ ഒരു ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. സ്കിന്ന് പൊട്ടിയാൽ ഫുള്ള് ബ്ലഡാവും. അപ്പോൾ അതെ, നമ്മുടെ മൂത്ത ചേച്ചിയുടെ വിശേഷങ്ങൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, മൂത്ത ചേച്ചി എന്താണ് മോളുടെ വിശേഷങ്ങൾ? ഇവിടെ ഫെൻസ് കെട്ടിയ കാരണം കൊണ്ട് അപ്പുറത്തെ പറമ്പിലേക്ക് പോകാനായിട്ട് പറ്റണില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക്, അല്ലേ? എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു സംഭവം ഇത് ചെയ്ത കാരണം കൊണ്ട് ഹൈറ്റ് എന്തായാലും എത്തില്ല. കാരണം ഞങ്ങൾ എന്തായാലും ചാടി പോകുന്നില്ല. ചാടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലിണങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് മടിയുള്ള കാരണം കൊണ്ട് അതെന്തായാലും ചെയ്യില്ല. അപ്പോൾ മതിൽ ചാടി അപ്പുറത്തെ പറമ്പിലേക്ക് പോകാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് ചെറിയ വിഷമമുണ്ട്, അല്ലേ സ്കൂബിയ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളുടെ ഗാർഡിങ് അതൊരു അന്യായ ഗാർഡിങ് കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ ഫെൻസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ സൗണ്ട് കേട്ട് ഞെട്ടി, ഞാൻ വരെ ഞെട്ടി സത്യമായിട്ടും. കാരണം നല്ല മുഴക്കമുള്ളൊരു സൗണ്ടാണ്. പിന്നെ പോലെ തന്നെ ഇത്രയും ഏരിയ കവർ ചെയ്ത് നിൽക്കണമ്പോൾ നല്ല ബാസും ബോം ബോം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണ്ടായിരുന്നു, അല്ലേ സ്കൂബിയെ? ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, ഞങ്ങൾ മടിച്ചാണെന്ന് നോക്കണ്ട, ഞങ്ങൾ വീട് നോക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നോക്കിയിരിക്കും, അല്ലേ സ്കൂബി? അവിടെ നമ്മുടെ വിക്കി കുട്ടൻ നമ്മുടെ പുതിയ അതിഥീനെ, നമ്മുടെ പുതിയ കുറുമ്പീനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താടി പനങ്കിളിയെ എന്താണ് പുതിയ വിശേഷങ്ങൾ? നിനക്കൊല്ലും പറയാണ്ടോ നീ? കൊണ്ടു കളഞ്ഞ ആളുടെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ, പറയും. ഇത് കണ്ട, ഞങ്ങൾ ടീത്തൊക്കെ ഉണ്ടോ? പപ്പിയാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. നീ ഇനി ഓടി വന്നെങ്ങാനും വന്നതാണോ? സത്യം പറ, ഓടി വന്നതാണോ? എന്നൊരു കള്ളലക്ഷണം ഇവിടെ മുഖത്തേക്ക് നോക്ക്. ഓടി വന്നതാണോ? സത്യം പറ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെയും പറയാണ്, കാശിൻ്റെ പുറത്തുള്ള ഇത് ആക്കിയിട്ട് ഒരിക്കലും ജീവനെ മേടിക്കാതിരിക്കുക, വിലക്ക് മേടിക്കാതിരിക്കുക. പരമാവധി എന്താ പറയുക, കാശിൻ്റെ ഇതൊക്കെ കാണിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി വേറെ സാധനങ്ങളൊക്കെ മേടിച്ച് ആ ആശ അങ്ങോട്ട് തീർക്കുക. ഇവരെ മേടിച്ച് ആശ തീർക്കരുത്. നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം. ശരിക്കും ഒരു ഡോഗിനെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 കൊല്ലത്തേക്ക് ഒരു വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ്. കാരണം ഇവർക്ക് അസുഖങ്ങൾ വരും, നമുക്ക് പല കാര്യങ്ങൾക്ക് പോകാൻ പറ്റാണ്ടാവും. ഇപ്പോൾ പപ്പിയാണ് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബോണ്ട് വന്ന ഡോഗാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ റിസപ്ഷനോ രാത്രി പരിപാടികളോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമുക്കൊരു വൈബ് തോന്നിയിട്ട് നമ്മളൊരു നേരെ കാർ എടുത്തിട്ട് നേരെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് 2-3 ദിവസത്തേക്ക്. പറ്റില്ല. പിള്ളേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഇപ്പം ഞാനൊക്കെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ, ഞാനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ടൂറ് പോയ കാലം മറന്നു. ലാസ്റ്റ് ടൂറ് പോയത് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലാന്ന് തോന്നുന്നുണ്ട്. പിന്നീട് എനിക്ക് പോകാനായിട്ടൊരു ടൈം കിട്ടിയിട്ടില്ല. കാരണം പിന്നീട് അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ ഡോഗ്സ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഇപ്പം എന്തായാലും എനിക്ക് തീരെ പോകാൻ പറ്റില്ല. കാരണം ഇതാണ് എൻ്റെ ലോകം, എൻ്റെ സ്വർഗം ഇവിടെയാണ്. ഇവിടം സ്വർഗമാണ്, ഇതാണ് എൻ്റെ സ്വർഗം. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മളെല്ലാവരും സ്വപ്നം കണ്ട എന്താ പറയുക സ്വന്തമാക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ്. എല്ലാ മൃഗസ്നേഹികൾക്കും എല്ലാവരും. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും എല്ലാവർക്കും വരാം കേട്ടോ. കർമ്മൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ വരും. ശരിക്കും ലൊക്കേഷൻ വന്ന് നിൽക്കുക എവിടെയാണെന്നറിയോ? നമ്മുടെ ആ കാണുന്നൊരു പച്ചവീടില്ലേ, അത് ശരിക്കും മെയിൻ റോഡാട്ടോ. അവിടെയാണ് വന്ന് നിൽക്കുക. കാരണം ഇവിടെ നമ്മുടെ റോഡ് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ മണ്ണ് വഴിയാണ്. ടാറിട്ടാൽ മാത്രമേ സാറ്റലൈറ്റ് ത്രൂ മാപ്പിൽ അത് കിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വേണം വരാനായിട്ട്. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കർമ്മൻസ് വേൾഡിൽ നിന്ന് ഇപ്പോൾ ആർക്കെങ്കിലും വരണം താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മൻസ് വേൾഡിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക, നേരെ വരാം, ഇവിടെ പിള്ളേരെ കാണാം, അല്ലേ കുറുമ്പിയ? നിന്നെ കാണാൻ വരണ്ടല്ലോ, നിന്നെ കാണാൻ വരണ്ടല്ലോ. നീ ഇവിടെ കുറുമ്പിയല്ലേ? ആരെങ്കിലും വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാക്കും കൊണ്ട് വന്നോട്ടെ, ഇതിനെ എന്നിട്ട് കൊണ്ടോക്കോ, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ, അല്ലേ?
എൻ്റെ കറമ്പി മോള സുന്ദരി. ആ ആ ആ ആ ആ കണ്ട നോക്കണ പക്ക എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നമ്മുടെ ഈ വീട് നോക്കും. അതിലൊരു സംശയമില്ല. കണ്ട എനിക്ക് തോന്നുന്നു ഇനി ഇതൊക്കെ കാരണം കൊണ്ടാണോ കൊണ്ട് കളഞ്ഞത്. ഒരു ഡോഗിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ അറിയാത്ത ആളാണെന്ന് തോന്നുന്നുണ്ട് കൊണ്ട് കളഞ്ഞത്. എനിവേ ഇവളെന്തായാലും ഇവിടെ ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും ഇവിടെ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫംഗ്ഷൻ്റെ കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടാവണം. നമുക്ക് മുന്നിലുള്ള 4 ദിവസമാണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കണം. കാരണം എന്താ പറയുക, നമുക്ക് ആ ഒരു വിശ്വാസത്തിലാണ് മൂപ്പര് നമുക്ക് ഇതാക്കി തന്നത് തന്നെ. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഈ പരിപാടി തീർത്തത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരും അല്ലേ, പുതിയ കുറുമ്പായിട്ട് വരും. അത് വേണം പറയാനായിട്ട്, വിശേഷങ്ങളല്ല അല്ലേ കറുമ്പിയ. അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് വരാം. അപ്പോൾ ബൈ.